പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പല രാഷ്ട്രീയ വിഷയങ്ങളിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ പലപ്പോഴും ഒരു മൃദുത്വമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ പലപ്പോഴും ഇപ്പൊ BJP എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ CPM തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എടുക്കുന്നത് പോലെയോ ആ രീതിയിലേക്ക് എടുക്കാറില്ല. സ്വാഭാവികം. ഇപ്പൊ നമുക്കറിയാം ആശാ വർക്കർമാരുടെ സമരം, ആ സമരം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരുന്നു ഉണ്ടാകുന്നത് എങ്കിൽ CPM, DYFI, SFI, അവരുടെ മറ്റ് പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും, CITU ഉൾപ്പെടെ ഏത് രീതിയിലായിരിക്കും ആ സമരത്തിനെ കാണുക, ഏത് രീതിയിലായിരിക്കും ആ സമരത്തിനെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ യുവജന പ്രസ്ഥാനങ്ങളോ കുട്ടി പ്രസ്ഥാനങ്ങളോ മിണ്ടുന്നില്ല, CITU ഒക്കെ തന്നെ മിണ്ടാതെ ഇരിക്കുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സമരം ചെയ്യുന്നു. ഈ രീതിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുതലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമോ ആ രീതിയോ ശൈലിയോ കോൺഗ്രസിന് പൊതുവെ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസ് വളരെ വലിയ രീതിയിലേക്കുള്ള ആക്ടിവിസം കാണിച്ചതുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ വരാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഈ 60 സീറ്റ് BJP എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് BJPക്ക് കേരള നിയമസഭയിലേക്ക് ഒരു 5 സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ കൂടുതലായിട്ട് BJP വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കോംപ്ലസൻസി ഉണ്ടല്ലോ, അതായത് അവർ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നമ്മളെ അടുത്ത തവണ തെരഞ്ഞെടുക്കും എന്ന രീതിയിലേക്കുള്ള ഒരു കോംപ്ലസൻസി അതോടുകൂടി നശിക്കും. പിന്നെയും കോംപ്ലസൻസിയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും BJP കളം പിടിച്ചതുപോലെ ഇവർ അത് അടുത്ത് വരുന്ന ഫോളോയിങ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ സംഖ്യകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്.